നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ 5 താറാവുകൾ. ഒരു 5 താറാവുകൾ കൂടിയിട്ടുള്ള കഥയാണോ ഇത് എന്ന് ചോദിക്കും. കഥ കേൾക്കൂ. ഈ കഥയിൽ 5 താറാവുകളുടെ കാര്യം വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു നാടോടി കഥയാണ് കേട്ടോ അത്. കേട്ടുകേൾവി മാത്രമുള്ള കഥയാണ്. ഇതിൽ സത്യവും വാസ്തവവും ഒക്കെ എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും ഒരു കഥ. ആ കഥ യുക്തി, സാമർഥ്യം, ബുദ്ധി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രയോഗമാണ് ഇവിടെ. ഒരു ഗ്രാമത്തിലെ ആ ഗ്രാമമുഖ്യൻ വളരെ നല്ല മനസ്സുള്ള ഒരാളാണ്. മറ്റുള്ളവരെ, പാവപ്പെട്ടവരെയൊക്കെ ആവുന്ന വിധത്തിൽ സഹായിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഗ്രാമമുഖ്യനെ സ്നേഹിക്കുന്ന, ഗ്രാമമുഖ്യനെ ബഹുമാനിക്കുന്ന, ഗ്രാമമുഖ്യനോട് വളരെ ആദരവുള്ള ധാരാളം ഗ്രാമീണരുണ്ട്. അപ്പോൾ അവരൊക്കെ പലരും പല സഹായത്തിന് ഗ്രാമമുഖ്യനെ സമീപിക്കും. ചിലർക്ക് വീട് വയ്ക്കാൻ സഹായം വേണം, ചിലർക്ക് കന്നുകാലികളെ മേടിക്കാനായിട്ട് സഹായം വേണം, ചിലർക്ക് കുട്ടികളുടെ കല്യാണത്തിന്, മറ്റു ചിലർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, വേറെ ചിലർക്ക് കൃഷി ഇറക്കാൻ, ഇങ്ങനെ പല വിധത്തിലും സഹായം ചോദിച്ച് ഗ്രാമമുഖ്യൻ്റെ അടുത്ത് ചെല്ലും. ഗ്രാമമുഖ്യൻ അവരെയൊക്കെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സഹായം ചോദിച്ച് ചെല്ലുന്നവർ ഒരു ചടങ്ങ് പോലെ എന്തെങ്കിലും ഒരു സമ്മാനം ഈ ഗ്രാമമുഖ്യന് കൊണ്ടുകൊടുക്കും. അദ്ദേഹം അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. ആ നാട്ടിൽ തന്നെയുള്ള ഒരു കർഷകനാണ്, അയാളുടെ പേരാണ് കിട്ടുണ്ണി. ഈ കിട്ടുണ്ണിക്ക് കുറച്ച് കൃഷി സ്ഥലമൊക്കെ ഉണ്ട്, കുറച്ച് 2-3 കന്നാലികളെയൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷെ വീട് പോരാ, വീട് ഇത്തിരി കൂടി മെച്ചപ്പെട്ടൊരു വീട് പണിയണം. അതിന് സഹായിച്ചേ പറ്റൂ. ഗ്രാമമുഖ്യനോട് തന്നെ ചോദിക്കാൻ സഹായം. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആടുപാടുകളും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ താറാവെന്ന് പറയണത് ഒരു അപൂർവ പക്ഷി പോലെയാണ്. അതെല്ലാവർക്കും ധാരാളം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഒരു താറാവേ ഉള്ളൂ കിട്ടുന്നെങ്കിൽ. അപ്പോൾ ആലോചിച്ചു, എന്തെങ്കിലും ഒരു സമ്മാനം ഗ്രാമമുഖ്യന് കൊണ്ടു കൊടുക്കണ്ടേ, അത് ഇത്തിരി വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമൊക്കെ ആവണം. അപ്പം നോക്കിയപ്പോൾ തൻ്റെ കയ്യിലത്തെ ഈ താറാവിനെ കൊടുത്തു. തനിക്ക് ഈ ഒരെണ്ണല്ലേ ഉള്ളൂ, വളരെ വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്, അത് ഗ്രാമമുഖ്യനെ ഇരിക്കട്ടെ, എന്നിട്ട് സഹായം സ്വീകരിച്ച് വീടും വയ്ക്കാം എന്ന് വിചാരിച്ചു. കിട്ടുണ്ണി അങ്ങനെ ഒരു ദിവസം രാവിലെ തൻ്റെ താറാവിനെ പിടിച്ചൊരു സഞ്ചിയിലിട്ടിട്ട് അങ്ങോട്ട് ചെന്നു. ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചോദിച്ചു, എന്താ കിട്ടുണ്ണി കാലത്തെ തന്നെ ഇനി പോകുന്നത്? അല്ല, ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. സഹായം എന്താണാവോ വേണ്ടേ? അപ്പോൾ എനിക്ക് വീട് ഒന്ന് വയ്ക്കണം എന്നുണ്ട്. എൻ്റെ വീട് ഇപ്പോൾ വളരെ മോശമാണ്. ഞങ്ങൾക്ക്, ഭാര്യയ്ക്കും കുട്ടികൾക്കും എനിക്കും കൂടി താമസിക്കാൻ പോരാത്. അതുകൊണ്ട് സഹായിക്കണം. ഏതായാലും അങ്ങേക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു താറാവാണ് കേട്ടോ. ഈ താറാവിനെ അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ സഞ്ജീവ് എടുത്ത് നോക്കിയപ്പോൾ നല്ല പക്കടി മുണ്ടൻ താറാവ്. ഈ താറാവിനെ കണ്ട ഗ്രാമമുഖ്യന് വളരെ സന്തോഷമായി. വേഗം പറഞ്ഞു, എടോ തൻ്റെ സമ്മാനമൊക്കെ കൊള്ളാം, പക്ഷെ ഈ ഒരു താറാവല്ലേ ഉള്ളൂ. ഈ താറാവിനെ ഞങ്ങളാണെങ്കിൽ 6 ആളാണ് അവിടെ താമസിക്കണം. ആരാ? ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. ശരി, എനിക്ക് 2 പെൺകുട്ടികളും ഉണ്ട്. അപ്പം 2 ആൺകുട്ടികളും ഉണ്ട്. അപ്പം എത്രയും 4 മക്കൾ, ഞങ്ങൾ 2 പേര്, അങ്ങനെ 6 പേരുണ്ട്. 6 പേര് കൂടിയിട്ട് ഈ താറാവിനെ എങ്ങനെ പങ്കുവെച്ചെടുക്കും? താനൊരു താറാവിനല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് ശരി, എനിക്കൊരു താറാവേ ഉള്ളൂ, ഞാനതിനെ കൊണ്ടുവന്ന്. പങ്കുവയ്ക്കാനാണോ ബുദ്ധിമുട്ട്? പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്ങനെ പങ്കുവയ്ക്കും പറയുക? അപ്പം കിട്ടുണ്ണി പറഞ്ഞു, വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പങ്കുവച്ച് തരണ കാര്യം ഞാൻ ഏറ്റു. അങ്ങനെ വീട് വയ്ക്കണതിന് സഹായിച്ചാൽ മതി. അതൊക്കെ ഞാൻ സഹായിക്കാം. ഇതാ പിടിച്ചോളുക സഹായം. ആദ്യം തന്നെ ഒരു പണക്കിഴി കൊടുക്കും. ഇനി താറാവിനെ പങ്കുവച്ചിട്ട് പോയാൽ മതി. പങ്കുവച്ചിട്ട് അപ്പോൾ പറഞ്ഞു, ഈ കുടുംബത്തിൻ്റെ നാഥൻ, കുടുംബനാഥൻ അങ്ങാണ് ആണല്ലോ. അത് ശരിയാണ്, ഗ്രാമമുഖ്യനാണ്, കുടുംബനാഥനുമാണ്. അപ്പോൾ ഈ താറാവിൻ്റെ തല അത് അങ്ങേക്ക് ഇരിക്കട്ടെ, കണ്ടിച്ചങ്ങോട്ട് കൊടുത്തു. ഗ്രാമമുഖ്യനുള്ള പങ്കായി. പിന്നെ പോയിട്ട് മാലാഖമാരെ പോലെ അതിസുന്ദരികളായ 2 പെൺകുട്ടികളുണ്ട് അങ്ങേക്ക് ഇല്ലേ. അവർക്കാണെങ്കിൽ ആ 2 പെൺമക്കൾക്കും താറാവിൻ്റെ ഓരോ വെള്ള ചിറകം അങ്ങോട്ട് കൊടുക്കാം. സന്തോഷമാവും. നല്ല വെളുത്ത പെൺകുട്ടികൾ, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ. അപ്പോൾ ഈ ചിറകം അവർക്ക് കൊടുക്കാം. അപ്പോൾ ഗ്രാമമുഖ്യൻ പറഞ്ഞു, ശരി, അത് ആയിക്കോട്ടെ, അവർക്കായിക്കോട്ടെ. ഇനി അങ്ങയുടെ ആൺമക്കൾ, മിട്ടുമിട്ടുക്കരായ 2 ആൺമക്കളല്ലേ അങ്ങേക്ക്. ആ ആൺമക്കൾക്കാണെങ്കിൽ 2 പേർക്കും ഈ
താറാവിൻ്റെ ഓരോ കാലങ്ങൾ കൊടുക്കും. രണ്ടുപേരും ഒരു വഴക്കും കൂടാതെ 2 കാല് കൊടുത്തു. അപ്പോൾ ഗ്രാമമുഖ്യന് ശരിയാണ്, തൻ്റെ അമ്മക്കൾക്ക് ഓരോ കാല് കിട്ടൂലോ, ആ കാലും കൊടുത്തു. അത് കഴിഞ്ഞ് ഈ കുടുംബം മുഴുവനും നോക്കിക്കൊണ്ട് നടത്തണത് അങ്ങയുടെ കാര്യങ്ങൾ നോക്കണു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണു, എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണു, വീട് നോക്കണു, എല്ലാവരുടെയും വസ്ത്രങ്ങളൊക്കെ നനച്ച് തരുന്നു. ആ വീട്ടിൽ എന്തെല്ലാം ജോലികൾ ചെയ്യണു അങ്ങയുടെ ഭാര്യ അല്ലേ? ആ അങ്ങയുടെ ഭാര്യയ്ക്ക് ഈ താറാവിൻ്റെ വാൽഭാഗം അങ്ങോട്ട് കൊടുക്കാം. വാല് തന്നെ ഇരിക്കട്ടെ ഇവർക്ക്. ഇപ്പം എല്ലാവർക്കും ആയില്ലേ പങ്ക്? അങ്ങേക്ക് തല കിട്ടി, പെൺകുട്ടികൾക്ക് 2 ചിറക് കിട്ടി, ആൺകുട്ടികൾക്ക് 2 കാല് കിട്ടി, ഭാര്യയ്ക്കാണെങ്കിൽ വാലും കിട്ടി. എല്ലാവർക്കും തൃപ്തിയായി. സഹായമായ പണക്കിഴിയും മേടിച്ച് ബാഗിലിട്ടു. കൂടെ താറാവിൻ്റെ ഉടലും അവനൻ്റെ സഞ്ചിയിലേക്ക് ഇട്ടു. വീട്ടിൽ കൊണ്ട് ചെന്ന് കറി വെച്ച് കൂട്ടി. കിട്ടും. അപ്പോൾ കിട്ടുന്ന സാമർത്ഥ്യക്കാരനല്ലേ. സഹായധനം കൊണ്ട് വീടും പണത് ഒന്നാന്തരായിട്ട് പുതിയ വീട്ടിൽ കയറി താമസമൊക്കെ തുടങ്ങി. അങ്ങനെ കിട്ടുന്നയും ഭാര്യയും കുട്ടികളൊക്കെ കൂടി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത് തന്നെയുള്ള മറ്റൊരു ആൾ ഈ ബംഗ്ലാവിലെത്തി. എന്നിട്ട് ഇയാളോട് കിട്ടുന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കെ ചോദിച്ചു. അയാളുടെ പേര് ഭാഗ്യൻ എന്നാണ്. ഭാഗ്യൻ ചോദിച്ചു, എങ്ങനെയാ കിട്ടുണ്ണി ഈ വീട് വെക്കാനുള്ള കാശൊക്കെ തനിക്ക് ഗ്രാമമുഖ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്? അപ്പോൾ പറഞ്ഞു, അത് ഞാനിപ്പോൾ ഒരു താറാവിനെ, എനിക്കൊരു താറാവേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ ഞാൻ സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്തു. എനിക്ക് അദ്ദേഹം സഹായധനവും തന്നു. ഞാനിപ്പോൾ അതുകൊണ്ട് ഒരു വീടും വെച്ചു. എന്നെ പോലെയുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഈ താറാവിനെ എവിടെ കൊണ്ട് കൊടുത്താൽ മതിയോ? പങ്കുവെച്ച് കൊടുക്കാൻ പറയും. അവരവിടെ 5-6 പേരുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഞാൻ ഒരു താറാവിനെ കൊടുത്താൽ തനിക്ക് ഇത്രയും സഹായം കിട്ടി. അപ്പോൾ എനിക്ക് 5-6 താറാവുണ്ട്, 5 താറാവുണ്ട് എനിക്ക്. ആ താറാവിനെ എല്ലാം കൊടുക്കാം. അപ്പം സമ്മാനം കിട്ടുമല്ലോ, സഹായധനം കിട്ടുമല്ലോ. താൻ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. വരാമല്ലോ, ഞാൻ വരാം. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടുണ്ണിയും ബാഗിനും കൂടിയിട്ട് 5 താറാവുകളെയും കൊണ്ട് ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് കാര്യം പറഞ്ഞു, ഒരു സഹായധനത്തിനാണ് വന്നേക്കണേ, ഞാൻ 5 താറാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങേക്ക് സമ്മാനമായി കൊണ്ടുവന്നേക്കണതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കിട്ടുണ്ണിയും പറഞ്ഞു, അങ്ങ് ഈ താറാവുകളെ സ്വീകരിച്ച് അദ്ദേഹത്തിനെ സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സഹായിക്കുക ചെയ്യാം. ഇവിടെയും ഒരു കാര്യമാണോ പ്രശ്നം, എങ്ങനെ ഈ താറാവുകളെ പങ്കുവയ്ക്കും? ഞങ്ങൾ 6 പേരില്ലേ, താറാവ് 5 ഉള്ളൂ. അപ്പോൾ എങ്ങനെ പങ്കുവയ്ക്കുക? തനിക്ക് വല്ല സൂത്രമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കിട്ടുന്നില്ല. അപ്പം ഞാൻ പങ്കുവയ്ച്ച് തരാം. ഇനി സൂത്രം കൗശലമൊന്നുമില്ല, ഞാൻ ശരിക്കും എല്ലാവർക്കും കൃത്യമായിട്ട് പങ്കുവയ്ച്ച് തരാം. അപ്പം കുഴപ്പമില്ലല്ലോ. അപ്പം കുഴപ്പമില്ല. അങ്ങനെ എല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം. തവണത്തെ പങ്കുവയ്ക്കല് തലയും പാലും കടയുന്നില്ല, എല്ലാം 3 അങ്ങോട്ട് പങ്കുവയ്ക്കാം. എല്ലാവരെയും അങ്ങോട്ട് തിരിക്കാൻ ഞാൻ. അങ്ങും ഭാര്യ ഒരു സെറ്റ്, ഒരു താറാവും. അപ്പം 3 ആയില്ലേ എന്ന് ചോദിച്ചു. എന്താണ് ഒന്നും കൂടെ പറയും? അങ്ങും ഭാര്യയും പിന്നെ ഒരു താറാവും. അപ്പം 3 ഒരു സെറ്റായില്ലേ? പിന്നെ അങ്ങയുടെ 2 പെൺമക്കളും ഒരു താറാവും. അപ്പോഴും 3 ഒരു സെറ്റായില്ലേ? അതായി. പിന്നെ അങ്ങയുടെ 2 ആൺമക്കളും ഒരു താറാവും ചേർന്ന് 3, അപ്പോഴും ഒരു സെറ്റായില്ലേ? അപ്പോൾ ചോദിച്ചു, ഇനിയിപ്പോൾ എടോ 3 സെറ്റാക്കി ഞങ്ങളെ തിരിച്ചു, ഞങ്ങൾക്കൊക്കെ ഓരോ താറാവുകളെയും കിട്ടി. ഇനിയിപ്പോൾ താറാവ് 2 ബാക്കിയില്ലേ? 5 അയാൾ കൊണ്ടുവന്നേക്കണേ. അതെ. അപ്പോൾ ആ 2 താറാവ് എന്ത് ചെയ്യും? ബാക്കി വന്ന 2 താറാവുകളോ, അതാണോ വിഷമം? അപ്പം പറഞ്ഞു, അത് 2 എനിക്ക്, ആ 2 താറാവും ഞാനും, അപ്പോൾ ഒരു 3 ചേർന്നിട്ട് 3, അപ്പോൾ ഒരു സെറ്റ്. ഗ്രാമമൊക്കെ അത് ശരിയാ, അതും ഒരു സെറ്റാവുമല്ലോ. അങ്ങനെ സെറ്റ് അങ്ങോട്ട് ഒപ്പിച്ച് കൊടുത്ത്
കേട്ടുണ്ണി 2 താറാവിനെയും കൊണ്ട് ഞാൻ എല്ലാവർക്കും പങ്കുവെച്ച് തന്നില്ല, എനിക്കും വേണ്ട എന്തെങ്കിലും എന്നും പറഞ്ഞാൽ 2 താറാവിനെയും പിടിച്ച് സഞ്ചിയിലിട്ട് സ്വന്തം വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതാണ് ആ ഇന്നത്തെ കഥ. 5 താറാവുകൾ. 5 താറാവുകളെ അങ്ങോട്ട് പങ്കുവെച്ചു. 3 പേർക്ക്, അച്ഛനും അമ്മയ്ക്കും ഒരു സെറ്റ്, ആൺമക്കൾക്കൊരു സെറ്റ്, പെൺമക്കളൊരു സെറ്റ്, 3 എണ്ണം കൊടുത്തു. ബാക്കിയുള്ള 2 തൻ്റെ പോക്കറ്റിലിട്ട് താൻ കൂടി ചേർന്നൊരു സെറ്റാണെന്നും പറഞ്ഞ് വീട്ടിൽ പോവുകയും ചെയ്തു. എങ്ങനെയുണ്ട് കിട്ടുണ്ണിയുടെ സൂത്രം? 5 താറാവുകളെ പങ്കുവച്ചില്ലേ? ഇതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.